ഉണ്ട്. ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് കസ്റ്റാർഡ് ആണല്ലേ? നമുക്ക് ഉണ്ടാക്കി പിടിച്ചാലോ? അപ്പൊ ശരി. ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ. അപ്പം കുറച്ച് തണുപ്പൊക്കെ ഉള്ളപ്പോൾ അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനിതിന് എടുത്തേക്കുന്ന 1 കവർ പാലാണ്, വെള്ളമൊന്നും മിക്സ് ചെയ്തില്ല. അതിന് കുറച്ച് എടുത്തിട്ട് ഒരു 3 ടീസ്പൂൺ കസ്റ്റാർഡും കൂടെ മിക്സ് ചെയ്ത് ആ സമയം കൊണ്ട് നമ്മുടെ പാല് തിളച്ച് വരുമ്പോഴത്തേന് ഇത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരും. പിന്നെ അത് നന്നായിട്ടൊന്ന് തിക്കാവുന്നവരെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് വെക്കാം. തണുപ്പിക്കുന്ന പുറത്ത് വെച്ചിട്ട് തന്നെ തണുപ്പിക്കുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 3 to 4 hours റെഫ്രിജറേറ്റ് ചെയ്തിട്ട് എടുക്കുക. അതിനകത്ത് വേണമെങ്കിൽ കസ്കസ്, നമ്മുടെ സേമിയൊക്കെ ഒന്ന് വേവിച്ചിടാം. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്, പക്ഷേ ഇവിടെ വേറെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയൊരു ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ശരിയാണ്. ടാറ്റാ, ബൈ ബൈ.